ഹായ് നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് 11 മൂവിയെക്കുറിച്ചാണ് പറയുന്നത്. ഈ അടുത്ത കാലത്ത് കണ്ടതിൽ ഏറ്റവും നല്ലൊരു ത്രില്ലർ സിനിമയായിരുന്നു 11. അതായത് ആക്ഷൻ സിനിമയ്ക്ക് ശേഷം ഇത്ര നല്ലൊരു പടം ആദ്യമായിട്ടാണ് തമിഴ് ഇൻഡസ്ട്രിയിൽ നിന്ന് വരുന്നത്. സൂപ്പർ സിനിമ എന്ന് വെച്ചാൽ സൂപ്പർ സിനിമ. ഇതിൻ്റെ അകത്ത് പടം ഡയറക്റ്റ് ചെയ്തേക്കുന്നത് ലോകേഷ് അജൽസാണ്. ഇത് ലോകേഷ് അജൽസ് തന്നെയാണ് കഥയും ഒക്കെ എഴുതിയേക്കുന്നത്. നിർമ്മിച്ചിരിക്കുന്നത് അജ്മൽ ഖാനും റിയ ഹരി ഈ പടത്തിലൊരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട്. പടത്തിൻ്റെ ഒരു പോരായ്മയായിട്ട് തോന്നിയത് ആ നായിക കഥാപാത്രം തന്നെയാണ്. അത് വേറൊരു ആളാണ് ചെയ്യേണ്ടിയിരുന്നത്. ശരിക്കും ഇത് നായകനേക്കാളും നല്ല പ്രായം തോന്നിക്കുന്നുണ്ട് നായികയ്ക്ക്. അതൊരു ഈ പടത്തിൻ്റെ ഒരു പോരായ്മയായിട്ട് തോന്നി. പിന്നെ നമ്മുടെ അഭിരാമിയുണ്ട്. അതിലും ഭേദം റിയ ഹരിയേക്കാളും ഭേദം അഭിരാമിയെ നായികയാക്കുന്നതായിരുന്നു നല്ലതെന്ന് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ ഇതിൻ്റെ അത് നായകനായിട്ട് അഭിനയിച്ചിരിക്കുന്നത് നവീൻ ചന്ദ്രയാണ്. പിന്നെ ഇതിൻ്റെ ഛായാഗ്രഹണം കാർത്തിക് അശോകനാണ്. എഡിറ്റിംഗ് ചെയ്തേക്കുന്നത് NV ശ്രീകാന്ത്. സംഗീതം നൽകിയേക്കുന്നത് D ഇമ്മനാണ്. നിർമ്മാണ കമ്പനി AR എൻ്റർടൈൻമെൻ്റ് ആണ്. വിതരണം ചെയ്തിരിക്കുന്നത് രുചിര എൻ്റർടൈൻമെൻറ്റ്. റിലീസ് ചെയ്തത് മെയ് 16, 2025 ഇതിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 135 മിനിറ്റാണ്. അടിപൊളി സിനിമ എന്ന് വെച്ചാൽ അടിപൊളി ഒരു മസ്റ്റ് വാച്ച് സിനിമയാണ്. സിനിമ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അതുപോലെ ഇതുപോലെയുള്ള ഇൻഫർമേഷൻസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. താങ്ക് യു.